ഇന്ന് കാതികയിൽ പറയുന്ന കഥ അമ്മയുടെ കണ്ണ്. കഥ കേൾക്കാം. കാതികയിലേക്ക് സ്വാഗതം. ഈ കഥ നടക്കുന്നത് കുറച്ചു കാലം മുന്നെയാണ്. ഒരു ഗ്രാമത്തിൽ ഒരു കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടി സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടിയുടെ അമ്മയ്ക്ക് ഒരു കണ്ണേ ഉള്ളായിരുന്നു. അതായത് കാഴ്ചയ്ക്ക് ഒരു കണ്ണേ ഉള്ളൂ, മറ്റേ കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. അത് അവന് വളരെ വിഷമമുള്ള കാര്യമായിരുന്നു. അവൻ അമ്മയുമായി എവിടെ പോയാലും ആൾക്കാരെല്ലാം അവനെയും അമ്മയും നോക്കുന്നു. സ്കൂളിൽ അമ്മ വന്നാലോ പിള്ളേരെല്ലാരും ചോദിക്കും, നിന്റെ അമ്മയ്ക്ക് എന്തു പറ്റി? ഇതെല്ലാം കേട്ടപ്പോൾ അവന് വളരെ വിഷമമായി. അങ്ങനെ ഒരു ദിവസം സ്കൂളിൽ സ്പോർട്സ് ഡേ ആയിരുന്നു. നമ്മുടെ സ്കൂളിലൊക്കെ സ്പോർട്സ് ഡേ ഇല്ലേ? ഓടാനും ചാടാനും ഒക്കെ പിള്ളേരെല്ലാവരും ഒത്തുകൂടി മത്സരിച്ച് സമ്മാനം നേടുന്ന ഒരു ദിവസം. അന്ന് എല്ലാവരും അച്ഛനമ്മമാരെ സ്കൂളിലേക്ക് വിളിച്ചുകൊണ്ട് വരണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ കുട്ടിയുടെ അമ്മയും വന്നു. കുട്ടിക്ക് അന്ന് എല്ലാവരുടെയും മുന്നിൽ അമ്മയെ കണ്ടപ്പോൾ വളരെ വിഷമമായി. അന്ന് വൈകുന്നേരം വീട്ടിൽ ചെന്നപ്പോൾ അവൻ അമ്മയോട് പറഞ്ഞു, ഇനി അമ്മ മേലാൽ സ്കൂളിൽ വരരുത്. അമ്മയുടെ കണ്ണെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? എല്ലാ അമ്മമാരുടെയും കണ്ണ് നല്ലതാണല്ലോ. അമ്മയുടെ ഒരു കണ്ണ് എവിടെ പോയി? എനിക്ക് അമ്മയെ കാണുന്നത് ഇടയ്ക്ക് ഇഷ്ടമേ അല്ല. ഇതെല്ലാം കേട്ടിട്ടും അമ്മ ഒന്നും മിണ്ടിയില്ല. അവന് വൈകുന്നേരത്തെ അത്താഴം അമ്മ കൊടുത്തു. അവൻ അത്താഴം കഴിച്ചിട്ട് ഉറങ്ങുകയും ചെയ്തു. കുട്ടി പഠിച്ച് വലിയ ക്ലാസ്സുകളിലേക്ക് എത്തി. അവന്റെ വീട്ടിൽ വലിയ പണമൊന്നും ഉണ്ടായിരുന്നില്ല. അവന്റെ അമ്മ അടുത്തുള്ള കടയിൽ ജോലി ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ടാണ് അവനെ പഠിപ്പിച്ചത്. അവൻ പഠിച്ച് വലിയ ക്ലാസ്സിലെത്തിയപ്പോൾ അവന് തോന്നി, ഇനി ഞാൻ ശരിക്ക് പഠിച്ച് നല്ല ജോലി കിട്ടിയാലേ എനിക്ക് രക്ഷപ്പെടാൻ കഴിയൂ. എനിക്ക് ആകെയുള്ളത് അമ്മയും അമ്മയ്ക്ക് കിട്ടുന്ന തുച്ഛമായ ശമ്പളവുമാണ്. അവന് ജീവിതത്തിൽ വലിയ ആളാകണമെന്നായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് ആ കുട്ടി സ്കൂൾ കഴിഞ്ഞപ്പോൾ നഗരത്തിലെ ഒരു കോളേജിൽ ചെന്ന് ചേർന്നു. അവൻ നഗരത്തിൽ അവിടെ ഒരു വീട്ടിൽ താമസിച്ച് പഠിച്ച് മിടുക്കനായി വളർന്നു. വലിയ ജോലിയും കിട്ടി. ജോലി കിട്ടി നഗരത്തിൽ തന്നെ ഒരു വീടൊക്കെ മേടിച്ചു. പിന്നെ ഒരു കല്യാണമൊക്കെ കഴിച്ചു പിള്ളേരൊക്കെയായി സുഖമായും ജീവിച്ചു. ഒരു ദിവസം ആ കുട്ടിയല്ല, ഇപ്പൊ ഒരു വലിയ ആളായി. ഒരു ദിവസം അയാൾ തന്റെ വീടിന്റെ മുറ്റത്ത് ഇരുന്ന് പത്രം വായിക്കുകയായിരുന്നു. പെട്ടെന്ന് ഗേറ്റിങ്കൽ ഒരു സ്ത്രീ വന്ന് മുട്ടി. ആരാണത്? അയാൾ ചോദിച്ചു. ഏതോ ഒരു സ്ത്രീയുടെ ശബ്ദമാണ് ഗേറ്റിൽ നിന്ന് കേട്ടത്. അയാൾ പയ്യെ ഗേറ്റിനടുത്തേക്ക് ചെന്നു. നോക്കിയപ്പോൾ അത് അയാളുടെ അമ്മയായിരുന്നു. വളരെ പ്രായം ചെന്നിരിക്കുന്ന അമ്മയ്ക്ക് മുടിയൊക്കെ കുറെ നരച്ചു. ഇപ്പോഴും ഒരു കണ്ണിന് കാഴ്ചയുമില്ല. അവൻ കുറച്ചു നേരം അമ്മയെ നോക്കി. എന്നിട്ട് പറഞ്ഞു, എന്തു വേണം? ഞാൻ കഴിച്ചിട്ട് കുറെ ദിവസമായി. എന്തെങ്കിലും ഭക്ഷണം തരാവോ സാർ എന്ന് ആ സ്ത്രീ പറഞ്ഞു. ഇവിടെ ഒന്നുമില്ല, വേഗം പൊക്കോളൂ എന്ന് അയാൾ പറഞ്ഞു. ആ സ്ത്രീ ഒന്നും മിണ്ടാതെ നടന്നുപോയി. അയാൾക്ക് തോന്നി, എന്റെ അമ്മയ്ക്ക് എന്നെ തിരിച്ചറിയാൻ പറ്റിയില്ല. അയാൾ തിരിച്ചു ചെന്ന് പത്രവും വായിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ നാളുകൾ കിടന്നുപോയി. ഒരു ദിവസം അയാൾക്ക് ഒരു കത്ത് കിട്ടി. ആ കത്തിൽ പറഞ്ഞിരുന്നത്, അയാളുടെ പണ്ട് ഗ്രാമത്തിലെ സ്കൂളിൽ പഠിച്ചിരുന്ന പിള്ളേരെല്ലാരും കൂടി ഒത്തുകൂടുന്നു. ഒരു ഗെറ്റ് ടുഗദറിന് സമയമായി. അയാൾ അയാളുടെ കൂട്ടുകാരെ കണ്ടിട്ട് വളരെ നാളുകളായിരുന്നു. എന്തായാലും സ്കൂളിൽ പോയി എല്ലാവരെയും കാണാമെന്ന് വിചാരിച്ചു. എത്രയോ വർഷങ്ങളായി. അതുകൊണ്ട് അയാൾ നാട്ടിലേക്ക് യാത്ര തിരിച്ചു. രാവിലെ അവിടെ എത്തി സ്കൂളിലെ ഫംഗ്ഷനിൽ പങ്കെടുത്തു. എല്ലാവരും കാണുകയും ചെയ്തു. കൂട്ടുകാരെല്ലാവരും പഠിച്ച് മിടുക്കന്മാരായി. പലരും പല ജോലി ചെയ്യുന്നവർ. ചിലവർ ഗവൺമെന്റ് ജോലി, ചിലവർ പോലീസിലായി, ചിലവർ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നു. എല്ലാവരും പരസ്പരം കണ്ട് ഉച്ചയ്ക്ക് ഭക്ഷണവും കഴിച്ചു. തിരിച്ചു പോകുന്നതിന് മുമ്പ് അയാൾ വിചാരിച്ചു, തന്റെ വീട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം. അമ്മയുണ്ടോ, അമ്മ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് തിരിച്ചു പോവാം. അയാൾ അയാളുടെ വീട്ടിന്റെ മുറ്റത്തേക്ക് എത്തി. വീട് കുറച്ചും കൂടി പഴയതായിരിക്കുന്നു. ഓടുകളൊക്കെ പോയിരിക്കുന്നു. വീടിന്റെ ഉമ്മറത്ത് അമ്മ നിലത്ത് കിടക്കുകയാണ്. അവൻ പയ്യെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു.
അമ്മയുടെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ടായിരുന്നു, ഒരു എഴുത്തുണ്ടായിരുന്നു. അവൻ ആ പേപ്പർ എടുത്തു, എന്നിട്ട് വായിച്ചു തുടങ്ങി. ഇങ്ങനെയാണ് ആ പേപ്പറിൽ എഴുതിയിരുന്നത്: മകനെ, നീ ഇന്ന് വരുമെന്ന് എനിക്കറിയാമായിരുന്നു. നിനക്ക് നിന്റെ സ്കൂളിലെ കൂട്ടുകാരെയും അത്ര ഇഷ്ടമാണെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ ഇന്ന് നിന്നെയും കാത്തു തന്നെയാണ് ഇരുന്നത്. അന്ന് നഗരത്തിൽ നിന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ നിന്നെ ഒന്ന് കാണുക, നിന്റെ കുട്ടികളെ ഒന്ന് കാണുക എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ. പക്ഷേ നീ അത് സമ്മതിച്ചില്ല. നീ എന്നെ പറഞ്ഞു വിട്ടു. അതിലെനിക്ക് യാതൊരു വിഷമവുമില്ല. നീ എന്റെ പൊന്നു മോനല്ലേ. എന്നും നീ ആയിരുന്നു എനിക്ക് ഏറ്റവും വലുത്. നിനക്കറിയാമോ, നീ ചെറുപ്പത്തിൽ നിനക്ക് ഒരു ആക്സിഡന്റ് പറ്റിയപ്പോൾ, ഒരു അപകടം പറ്റിയപ്പോൾ നിന്റെ ഒരു കണ്ണ് പോയിരുന്നു. അന്നും ഞാൻ എന്റെ കണ്ണാണ് നിനക്ക് തന്നത്. ആ കണ്ണിലൂടെയാണ് നിനക്ക് ഈ ലോകം മുഴുവനും കാണാൻ കഴിഞ്ഞത്. നീ എന്നും എന്റെ പൊന്നുമോനായിരിക്കും. അത് വായിച്ചതും അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. ആ അമ്മ, എന്നും ഞാൻ പുച്ഛിച്ച അമ്മ, കണ്ണുകൾ, ഒരു കണ്ണില്ല എന്ന് പറഞ്ഞ അമ്മ, ആ കണ്ണ് എനിക്കാണല്ലോ തന്നത്. എന്നിട്ടും ഞാൻ എൻ്റെ അമ്മയെ നോക്കിയില്ലല്ലോ. അയാൾ അമ്മയെ പയ്യെ എഴുന്നേൽപ്പിച്ചു. കുറച്ച് വെള്ളവും കൊടുത്തു. അമ്മയ്ക്ക് വളരെ സന്തോഷമായി. അമ്മയെ കെട്ടിപ്പിടിച്ച അയാൾ കരഞ്ഞു. വൈകുന്നേരം തിരിച്ചു പോയപ്പോൾ അയാൾ അമ്മയുമായാണ് നഗരത്തിലേക്ക് പോയത്. കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായോ? ഒരു അമ്മയും മകനും തമ്മിലുള്ള കഥ മാത്രമല്ല ഇത്. നമ്മൾ അച്ഛനമ്മമാരെ എന്നും സ്നേഹിക്കണം. അവര് നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു എന്ന് നമ്മൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു എന്ന് വരില്ല. അവര് പറയുന്നതും അവർ തരുന്നതും സന്തോഷത്തോടെ സ്വീകരിക്കുക. മറ്റൊരു കഥയുമായി കാതിക നാളെ. നന്ദി, നമസ്കാരം.